2 ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. ചാലിയാറും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. അതേസമയം കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. ഗ്രാമീണ റോഡുകൾ ഏറെയും വെള്ളത്തിനടിയിലായി. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ചാലിയാറും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. ചാലിയാറിൽ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു വീട് ഒഴിഞ്ഞു. വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥയാണ്. ഈ ഭാഗത്ത് നിരവധി വീടുകളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തിൽ വെള്ളന്നൂർ, വിരിപ്പിൽപ്പാടം, കോട്ടയത്താഴം, സങ്കേതം വയൽ എന്നിവിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതവും ഇന്നലെ മുതൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുഴകൾ നിറഞ്ഞു കവിയുകയും വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മാവൂർ കുന്നമംഗലം പോലീസ് അറിയിച്ചു. കൂടാതെ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുന്നു. തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പുഴയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ.